നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. പ്രീ സീസൺ മത്സരങ്ങൾ മുറുകുകയാണ്. ഇതിപ്പോൾ പ്രീ സീസണാണ്. നമുക്ക് മാച്ച് റിസൾട്ടിന് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കേണ്ടാത്തതാണ്. എന്നാൽ പോലും ആരാധകർക്ക് അതൊക്കെ അറിയാനും തങ്ങളുടെ സൂപ്പർ താരങ്ങൾ ഗോളടിച്ചത് കേൾക്കാനുമൊക്കെ ഒരാവേശമാണ്. ഇപ്പോൾ ഇന്നലെയും കുറേ കമൻറ്റുകൾ കണ്ടു. യുണൈറ്റഡ് ജയിച്ചല്ലോ, ചെൽസിയുടെ കളിയുടെ റിസൾട്ട് എന്തിയെന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഇത് പ്രീ സീസൺ ആയതുകൊണ്ടാണ് വലിയൊരു പ്രാധാന്യം കൊടുക്കാത്തത്. എന്നാൽ പോലും എല്ലാം കൂടെ അങ്ങ് നമുക്ക് ഒരുമിച്ച് പറയാമെന്ന് കരുതുന്നത്. കാരണം നിരവധി മത്സരങ്ങൾ ഒരുമിച്ച് നടക്കുകയാണല്ലോ. അപ്പോൾ ഇന്നലെ നടന്ന കളികളൊന്ന് ചെൽസിയും ടോട്ടനാമും തമ്മിൽ നടന്ന മത്സരമാണ്. 2-1 ടോട്ടനാം വിജയിച്ച കളി. അവർക്ക് വേണ്ടി ടൊനാലിയും റിച്ചാലിസനുമാണ് ഗോളുകൾ കണ്ടെത്തിയത്. അതേസമയം എസ്റ്റവായോ ആണ് ചെൽസിയുടെ ഗോൾ നേടിയത്. പ്രീ സീസൺ ഫ്രണ്ട്ലിയാണ്, അത്ര പ്രാധാന്യം കൊടുത്താൽ മതി റിസൾട്ടിനൊക്കെ എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. അതേസമയം ബൊറൂസിയ ഡോട്ട്മുണ്ട് ടോക്കിയോയുമായിട്ട് കളിച്ചു. 1-0 ഡോട്ട്മുണ്ട് വിജയിച്ചു. ഫാബിയോ സിൽവയാണ് ആ ഗോൾ നേടിയത്. മാഞ്ചസ്റ്റർ സിറ്റിയും ഇന്റർ മിലാനും തമ്മിലുള്ള പോരാട്ടമുണ്ടായിരുന്നു. അത് 1-1 സമനിലയിലാണ് അവസാനിച്ചത്. പിന്നെ ഷൂട്ടൗട്ട് ഉണ്ടായി. അത് 1-3 ഇന്റർ മിലാൻ വിജയിച്ചു. പവാഡാണ് ഇന്ററിൻ്റെ ഗോള് നിശ്ചിത സമയത്ത് 90 മിനിറ്റിന് ഉള്ളിലുള്ള കളിയിൽ അടിച്ചിരുന്നത്. അതായത് 20-ാമത്തെ മിനിറ്റിൽ അദ്ദേഹത്തിൻ്റെ ഗോൾ ഉണ്ടായിരുന്നു. 14-ാമത്തെ മിനിറ്റിൽ ഡിവിൻ മുബാമയാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഗോൾ കണ്ടെത്തിയിരുന്നത്. അതേസമയം മാഞ്ചസ്റ്റർ യുണൈറ്റഡും അത്ലറ്റിക്കോ മാഡ്രിഡും തമ്മിൽ നടന്ന മത്സരം 2-1 മാഞ്ചസ്റ്റർ യുണൈറ്റഡാണ് ജയിച്ചത്. ബ്രയാൻ എംബ്യൂമയാണ് അവരുടെ 2 ഗോളുകളും നേടിയത്. അർണോ ഓർട്ടീസാണ് അത്ലറ്റിക്കോ മാഡ്രിഡിനായിട്ട് ഒരു ആശ്വാസ ഗോൾ കണ്ടെത്തിയിരുന്നത്. എസ് റോമയും കാർഡിഫ് സിറ്റിയും തമ്മിൽ നടന്ന മത്സരം 4-1 കാർഡിഫ് സിറ്റി ജയിച്ചു. പക്ഷേ റോമയ്ക്ക് വേണ്ടി ഡിബാല ഒരു ഗോൾ കണ്ടെത്തി. ഒരു പെനാൽറ്റി അദ്ദേഹം മിസ് ചെയ്തിരുന്നു, പക്ഷേ പിന്നീട് അദ്ദേഹം ഒരു ഗോൾ നേടുകയായിരുന്നു. റയൽ മാഡ്രിഡും ഫെറന്റീനയും തമ്മിലുള്ള മത്സരം, ആ കളി 2-2 സമനിലയിലാണ് അവസാനിച്ചത്. കളിയുടെ തുടക്കത്തിലെ എൻട്രിക്ക് ഗോൾ അടിച്ചിരുന്നു. എൻട്രിക്കിനെ കൂടാതെ അലക്സിസ് ഇരിയാണ് റയൽ മാഡ്രിഡിനായിട്ട് ഗോൾ നേടിയത്. ഏതായാലും പിക്കോലിയും അതുപോലെ മോയിസ്കീനുമാണ് ഫെറന്റീനയുടെ ഗോളുകൾ കണ്ടെത്തിയത്. 2-2 സമനില. അതേസമയം ഇന്നലെ അൽ നസറിനൊരു മത്സരമുണ്ടായിരുന്നു. ആ മത്സരത്തിൽ അൽ നസർ 4-2 പരാജയപ്പെടുകയായിരുന്നു. എസ്റ്റേല ഡ അമഡോറ എന്ന ക്ലബ്ബുമായിട്ട് 4-2 അൽ നസർ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഏതായാലും അൽ നസറിൻ്റെ പ്രീ സീസൺ പുരോഗമിക്കുന്നു. കളിയിൽ അൽ നസറിനായിട്ട് അബ്ദുള്ള അൽ ഹംദാനും ഹൈദർ അബ്ദുൽ കരീമുമാണ് അവർക്ക് വേണ്ടി ഗോൾ അടിച്ചിരുന്നത്. എന്തായാലും 4-2 പരാജയപ്പെട്ടു അൽ നസർ. കൂടാതെ ഇന്നലെ ജിറോണയും ആഴ്സണലും തമ്മിൽ കളിയുണ്ടായിരുന്നു. 4-1 ആഴ്സണൽ ആ കളി വിജയിക്കുന്നത്. ആഴ്സണലിന് വേണ്ടിയിട്ട് ഹാവർട്സ് ഗോൾ അടിച്ചു. കൂടാതെ ക്രിസ്റ്റോസ് സോളിസ്, അതുപോലെ തന്നെ മാക്സ് ഡൗമൻ, കൂടാതെ ഗബ്രിയൽ ഹീസസും ഗോൾ അടിച്ചു. 4-1 വിജയമാണ് നേടിയത്. അങ്ങനെ നിരവധി ഫ്രണ്ട്ലി മത്സരങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. പ്രീ സീസൺ ഫ്രണ്ട്ലി മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. ഏതായാലും ഇന്നും മത്സരങ്ങളുണ്ട്. നമുക്ക് റിസൾട്ടുമായിട്ട് വീണ്ടും കാണാം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.